ഹലോ, വെൽക്കം ടു കൈരപ്പള്ളി ചാനൽ. തിയേറ്റർ ഇളക്കി മറിക്കാൻ മമ്മൂട്ടി വരുന്നു. കളങ്കാവൽ നവംബർ 27 റിലീസ് പ്രഖ്യാപിച്ചു. ഒരു വ്യത്യസ്തമായ പ്രമേയവുമായാണ് മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ചിത്രമായ കളങ്കാവൽ നവംബർ 27 തിയേറ്ററുകൾ ഇളക്കി മറിക്കാൻ മമ്മൂട്ടിയും വിനായകനും വരുന്നത്. മമ്മൂട്ടി ഒരു കൊടൂര വില്ലനായിട്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. വിനായകൻ നായകനും ഒരു പോലീസ് ഓഫീസറുമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇത് ഒരു അതിഗംഭീര ഫിലിം തന്നെയായിരിക്കും. കാരണം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്, അഭിനയിക്കുന്നത് മമ്മൂട്ടിയും വിനായകനുമാണ്. എന്തുകൊണ്ടും മമ്മൂട്ടിയുടെ ആരാധകർക്ക് പ്രതീക്ഷിച്ചിരിക്കാവുന്ന ഒരു നല്ല ചിത്രം തന്നെയായിരിക്കും ഈ ചിത്രം. കാരണം മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി ചിത്രവുമായിരിക്കും. കാരണം മമ്മൂട്ടി കമ്പനി ഇപ്രാവശ്യം ഈ ചിത്രത്തിന് നല്ല പ്രമോഷൻ കൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിയേറ്ററുകളും തമിഴ്നാടും ആന്ധ്രയും ഓൾ ഇന്ത്യ ഓഫീസും വേൾഡും കാര്യം എല്ലായിടത്തും ഒരുമിച്ച് തന്നെയാണ് ചിത്രം റിലീസ് ചെയ്യാൻ കഴിയുന്നത്. ചിത്രം എന്തായാലും ഇതൊരു 100 കോടി ചിത്രം തന്നെ ആയിരിക്കും. മമ്മൂട്ടി വില്ലനായ ചിത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഓർത്തിരിക്കാൻ ഒരുപാടുണ്ട്. ഇങ്ങനെ മമ്മൂട്ടി വില്ലനായിട്ട് അഭിനയിക്കാൻ മലയാളികൾ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ പൂർവ്വ ചിത്രങ്ങളിൽ അദ്ദേഹം വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയുന്നത് ഭാസ്കർ പട്ടേൽ എന്ന കഥാപാത്രത്തിൽ അവതരിപ്പിച്ച കടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന സിനിമയാണ്. അതിനുശേഷം അദ്ദേഹം ഒരു കൊടൂര വില്ലനായി ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ ചാത്തനായാണ്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പടയോട്ടം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ അച്ഛനായി ഒരു വടക്കൻ പാട്ടുകാരൻ വില്ലനായി തന്നെയാണ് അദ്ദേഹം അഭിനയിച്ചത്. അതും ഒരെടുത്തു പറയേണ്ട ചിത്രം തന്നെയാണ്. അപ്പോൾ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ മമ്മൂട്ടി ഒരു പ്രത്യേക റേഞ്ചുണ്ട്. അദ്ദേഹം നായകനായിട്ട് മലയാളികൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി തീർത്തും വിഭിന്നമായ രീതിയിൽ അദ്ദേഹം തന്നെ നിർമ്മിക്കുകയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ തന്നെ അദ്ദേഹം ഒരു കൊടൂര വില്ലനായിട്ടാണ് അഭിനയിക്കുന്നത്, സൈക്കോ. അപ്പോൾ തീർച്ചയായും നമ്മൾ ബ്രഹ്മയുഗം കണ്ട് ഭ്രമിച്ച ആളുകളല്ലേ ഈ ചിത്രവും കണ്ടിരിക്കാൻ ഉണ്ടാകും. ഇഷ്ടംപോലെ തിയേറ്ററിൽ ഇത് ഒരുമിച്ച് ചെയ്യുകയാണ്. ഒരു വൻ ബജറ്റ് ചിത്രമൊന്നുമല്ല, എങ്കിലും ഒരു നല്ല ചിത്രം തന്നെയായിരിക്കും. പ്രമേയം കൊണ്ടും സംവിധാനം കൊണ്ടും പ്രത്യേകിച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നമ്മള് ഇതിനായി കട്ട വെയിറ്റിംഗ് ആയിരുന്നു ആരാധകർ. അതിനിടയിലാണ് അദ്ദേഹത്തിന് സുഖമില്ലാതെ 6 മാസത്തോളം മാറി നിൽക്കേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹം ഹൈദരാബാദിൽ പാട്രിക് എന്ന സിനിമയുടെ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ ടീം അഭിനയിക്കുന്ന പാട്രിക് നാരായണൻ തമ്മിൽ ഷൂട്ടിംഗ് ആന്ധ്ര കഴിഞ്ഞ് ലണ്ടനിലെ ഷെഡ്യൂളിലാണ്. ലണ്ടനിൽ ഷൂട്ട് നടക്കുകയാണ്. നായകൻ മമ്മൂട്ടി തന്നെയാണ്. അത് കഴിഞ്ഞ് അതിനിടയിൽ അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന് പ്രൊമോഷൻ എല്ലാം മമ്മൂട്ടി ഉണ്ടാകും. പിന്നെ അതിനിടയ്ക്ക് ഇപ്പോൾ ദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന പരിപാടിയിൽ മമ്മൂട്ടി, കമലഹാസൻ എന്നിവർ ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർത്തും മലയാളി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കളങ്കാവൽ. 6 മാസത്തിന് ശേഷം മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണുവാൻ മലയാള പ്രേക്ഷകർ വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അസുഖത്തിന്റെ കാലഘട്ടത്തിലും അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു. രാജഗിരി ഹോസ്പിറ്റലുമായി ചേർന്ന് ഈ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ നടത്തുകയുണ്ടായി. അതൊരു കുട്ടിയുടെ അദ്ദേഹത്തിന്റെ മെസ്സേജ് അയച്ചതാണ് കാരണം. അതിൽ ഒരുപാട് സാമൂഹ്യപരമായിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അതൊരു പബ്ലിസിറ്റി കൊടുക്കുന്ന തരത്തിലൊന്നും ചെയ്യില്ല. ഈ കൈ കൊടുക്കുന്നത്
മറ്റേ അറിയരുതെന്നുള്ള സിദ്ധാന്തക്കാരനാണ് ഓപ്പറേഷൻ. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന നമുക്ക് ആദ്യത്തേതിനേക്കാൾ സുന്ദരനായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത്. തീർത്തും മലയാളി വളരെ ത്രില്ലിംഗായി കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ കളങ്കാവൽ എന്ന ചിത്രത്തിന് വേണ്ടി. ഞാനും കട്ടവെറ്റിയിലാണ്. അപ്പൊ നമുക്ക് നവംബർ 27 ഫാൻ ഷോ ഉണ്ടാവും, ഷോറായിട്ടുണ്ടാവും. 9 മണിക്ക് ഫാൻ ഷോ ഉണ്ടാവും. എത്ര മണിക്ക് തുടങ്ങുന്നൊന്നും ചാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് കാത്തിരിക്കാം, ആ ഷോ തന്നെ കാണാം. കരുവടി ഞാൻ അടുത്ത സിനിമ വിശേഷിക്കുന്നു. നിങ്ങളുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.